ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ്. പ്ലസ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ചപ്പൽ വാങ്ങണം, അതുപോലെ ബാഗ് വാങ്ങണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴയല്ലേ, അതുകൊണ്ട് തന്നെ ഷൂസൊക്കെ പെട്ടെന്ന് ചീത്തയായിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിട്ടുവിന് ചെരുപ്പ് വാങ്ങേണ്ടതുണ്ട്, അതുപോലെ തന്നെ എനിക്കും വാങ്ങണം. അപ്പോൾ നമ്മളത് ഇവിടെ, അതായത് നമുക്ക് പഴവങ്ങാടി അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് എന്താ പറയുക, ചപ്പൽ വാങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെ ഭയങ്കര സ്ട്രീറ്റിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും മീറ്റും കൂടെയാണ് നമ്മൾ വന്നത്. ഏട്ട ഓഫീസിൽ പോയതുകൊണ്ട് തന്നെ ഞാനും മീറ്റും കൂടെയാണ് വരുന്നതായിട്ട്. ഇന്ന് മിട്ടുവിന് ലീവായിരുന്നു, സ്കൂളിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ വന്നു. അപ്പം മിട്ടുവിന് സ്ട്രീറ്റിൽ കാണുന്ന എല്ലാ സാധനങ്ങളും അതൊക്കെ ഒരു കൗതുകം പോലെ. കുറേ നാളിന് ശേഷമാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു വരുന്നത്. അത് ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസമാണ്. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് വെയിലാണ്. നമ്മൾ ആ അമ്പലത്തിൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് നല്ല വെയിലാണ്, അവിടെ മരങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വെയിലാട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഈ സൈഡിൽ കാണുന്നതാണ് കുളം. കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, സൈഡിൽ കുളമുണ്ട്. ഈ കുളത്തിൽ നിറയെ മീനുണ്ട് കേട്ടോ. വലിയ ഫിഷാണ്, ഭയങ്കര വലിയ മീനാണ്. അത് അവിടെ തന്നെ ഉണ്ട്. അതിന് നമ്മൾ പൊരിയൊക്കെ വാങ്ങി, നേർച്ച പോലെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ പൊരിയൊക്കെ വാങ്ങിക്കൊടുക്കും. അതെല്ലാം അവിടെ പ്രാവുണ്ട്. പിന്നെ പൊരിയാണെങ്കിൽ സൈഡിൽ കുറേ ആൻറ്റിമാരൊക്കെ വച്ചേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എത്ര രൂപ ഞങ്ങളങ്ങനെ വാങ്ങിയിട്ടില്ല, ആൾക്കാരിങ്ങനെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ നമ്മളിങ്ങനെ നിറയെ മീൻ, ഇഷ്ടംപോലെ മീൻ വരും. പിന്നെ നമ്മൾ ഈ കപ്പലണ്ടിയൊക്കെ വാങ്ങുമ്പോൾ അത് വെറുതെ ഇങ്ങനെ കുളത്തിലേക്ക് ഇട്ടിങ്ങനെ അതും കഴിക്കാൻ വരും. അങ്ങനെ ഇഷ്ടംപോലെ മീനൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ, അതായത് തടിയിലുണ്ടാക്കിയ ആന, ഓരോ നമ്മുടെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വീശറി, അത് പിന്നെ എന്താ പറയുക, മയിൽപ്പീലിലൊക്കെ ഉണ്ടാക്കിയതുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻസൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ വാങ്ങുന്നുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഇവിടെ വരുന്നത്. നമ്മുടെ നാട്ടുകാർക്ക് ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ ആവും, അവിടുത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആൾക്കാർ ഇവിടുത്തെ ആരും കൂടുതൽ കാണും, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളവിടെ പോയി, കണ്ടില്ലേ, നല്ല രസമാണ്. അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. എനിക്കും വിട്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര വെയിലായിട്ട് ഞാൻ വൈകിട്ടൊക്കെ നല്ല രസമായിരിക്കും. നമ്മൾ നട്ടുച്ചയാണ്, ഭയങ്കര വെയിലെത്താം. അപ്പോൾ കുറേ പേര് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡായി കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ കേട്ടോ. അപ്പോൾ വളരെ താങ്ക്സ്. പിന്നെ എന്താ പറയുക, കുറേ പേർക്കൊക്കെ ഡൗട്ട്സ് ഉണ്ട്. അതായത് നമ്മൾ 1 ഇയറിലാണ് എന്താ പറയുക, 1000 സബ്സ്ക്രൈബേഴ്സ് എപ്പോൾ തന്നെ ആയാലും കുഴപ്പമില്ല. പക്ഷേ 1 ഇയറിലാണ് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ പഴയ വീഡിയോസാണ് ഈ ഇടയ്ക്ക് കുറേ ആൾക്കാർ കണ്ടിട്ടുള്ളത്. അതായത് കുട്ടികളുടെ പാട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക്, അതായത് സ്കൂളിൽ ഒരു വരുമല്ലോ, അതായത് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന ടൈമിനാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് വൈറലായി കുറച്ച് ആൾക്കാരൊക്കെ കണ്ടത്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം തോന്നുന്നു എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ പഴയ വീഡിയോസൊക്കെ പിന്നെയും കാണും. അതായത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഈ ഇടയ്ക്ക് തന്നെ ഇടയ്ക്കൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വൈറലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയാണുള്ളത് കേട്ടോ. നല്ല വെള്ളമൊക്കെ കാണാൻ, അതായത് അമ്പലത്തിൻ്റെ സൈഡിലെ കുളം കാണാൻ നല്ല രസമല്ലേ, നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ മീനുണ്ട്. ഞാൻ ഏതോ ഒരു സൈഡിൽ പോയപ്പോഴേക്കും ഇഷ്ടംപോലെ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളവിടെ ഞാൻ പൊരിയൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, ഒരു ചേച്ചിയും ഒരു ചേട്ടനൊക്കെ. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് അവരും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാനും വീഡിയോസൊക്കെ സൈഡിൽ നിന്ന് എടുത്തിട്ടോ നൈസായിട്ട്. അങ്ങനെ കുഴപ്പമില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാനും കൂടെ അങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ.
ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടം പോലെ മീനുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മീനുണ്ട് കേട്ടോ, നിറയെ മീനുണ്ട്. ഇതൊന്നും ആരും പിടിക്കത്തൊന്നുമില്ല, അങ്ങനെ പിടിക്കാനൊന്നും പാടില്ല അങ്ങനെയാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ പ്രാവാണ്. ഇത് കണ്ടില്ലേ, മീൻ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ പൊരിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ വരും. അപ്പോൾ ഇത് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് മീനിന് കൂടുതലായിട്ട് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റണേ. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ആ ഗേറ്റ് തുറക്കും ചില സമയങ്ങളിൽ. അപ്പോൾ നമുക്കിങ്ങനെ ആ നടയിൽ നിൽക്കാം, അതായത് ആ സ്റ്റെപ്പിൽ നിൽക്കാൻ പറ്റും. ഈ സൈഡാട്ടോ, അതായത് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഒരു ഗേറ്റ് ചില സമയങ്ങളിൽ തുറക്കും. അപ്പോൾ നമുക്കത് വൈകിട്ടാണ് കൂടുതൽ. ഇത് കണ്ടില്ലേ പ്രാവ്, ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. കണ്ട ഇഷ്ടംപോലെ മീനുണ്ട്, ഒരുപാട് മീനുണ്ട്. ദൂരെ മീനാണ്. ഓ, ഇത് ഈ സൈഡ് മാത്രമല്ല കേട്ടോ, എല്ലാ സൈഡിലും ഇഷ്ടംപോലെ മീനുണ്ട്. ഓക്കെ. അപ്പോൾ അമ്പലത്തിൻ്റെ ആ സൈഡിലും കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് പൊരിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ട, ഇവിടെ ഇഷ്ടംപോലെ പ്രാവുണ്ട്. ഇതിങ്ങനെ പറക്കുന്നതാണ് നല്ല ഭംഗി. പഴയ സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കാണുന്ന പോലെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് നല്ല ഉച്ചയാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ തൊപ്പി വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ കുട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഷോപ്പിലേക്ക് പോകാവേ. ഷോപ്പിൽ ചെരുപ്പ് കുറേ നമുക്കിങ്ങനെ ഷൂ ടൈപ്പൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ കുറേ സൈസാണെങ്കിൽ നല്ല വലുത്, എനിക്ക് നല്ല വലുത് വേണം. മിട്ടുവിന് അത്യാവശ്യം മിട്ടുവിൻ്റെ കിഡ്സിൻ്റെതല്ലേ, അപ്പം അതിലൊരു മീഡിയം സൈസൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമാണ്, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയതാണ്. ഇത് ഇപ്പം ഇങ്ങനത്തെ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയാൽ അല്ലേ കൊള്ളാമെന്നല്ലേ. അതിൻ്റെ ഇതേപോലത്തെ ബെൽറ്റ് കണ്ടപ്പോഴും ഒരു രസം തോന്നി. അപ്പോൾ ഞാൻ അതിലൊന്നും ഒരു ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചപ്പിൾസൊക്കെ നോക്കുകയാണ്, നല്ല രസമല്ല. മിട്ടു പറയുന്നുണ്ട് അമ്മ അത് വാങ്ങുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഇത്. അപ്പോൾ മിട്ടുവിന് ഇതിലൊന്നൊരു ആ പിങ്ക് കളർ ഷൂസില്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയ സൈസ്, കുട്ടികളുടെ സൈസ് വാങ്ങി ഒരെണ്ണം എടുത്തു. അപ്പോൾ പിന്നെ മിട്ടുവിന് ഒരു സ്ലിപ്പർ ആ ഒരു ടൈപ്പിൽ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം കണ്ട ഷൂസിലന്ന് ഒരു എന്താ കളറ്, ഒരു വയലറ്റ് കളറ് ഒരു ഷൂ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത്രയും തന്നെ. പിന്നെ നമുക്കിനി ബാഗ് കൂടെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രസമല്ല, വൈറ്റ് കളർ ഷൂ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. ബൂട്ട്സ് ടൈപ്പൊക്കെ കണ്ടായിരുന്നു. എങ്കിലും അതൊന്നും ഇപ്പോൾ വേണ്ട. നമ്മളങ്ങനെ മിട്ടുവിന് 2 വാങ്ങി, അതായത് ഒരു സ്ലിപ്പറും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷൂ, പിന്നെ എനിക്കൊരു ഷൂസ്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബാഗ് എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തേക്കാം. ഇതിപ്പോൾ രാത്രി, എന്നിട്ട് നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ രാത്രി വീട്ടിൽ വരണം കേട്ടോ. എനിക്ക് വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ. പിന്നെ ദീപാവലിക്ക് നമ്മൾ എത്തിച്ച പടക്കം അതിൻ്റെ ഇതാണ് കുറച്ച് വീട്ടിൽ ഭയങ്കര സന്തോഷം. നമ്മൾ ടെറസിൽ നിന്നുണ്ടാവും മേടിച്ച്. അപ്പോൾ അങ്ങനെ ഈ സാധനം ഇതെങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ താഴെ പൊട്ടി മേളിൽ ചെന്നിട്ട് ഇങ്ങനെ ലൈറ്റ്സൊക്കെ അതിൻ്റെ അതൊക്കെ വന്നു. ഓക്കെ. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലത്തേക്ക് കുറച്ച് ഇത്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് നാളെ ശരിക്കും നമുക്ക് എന്താ പറയുക, മറ്റേ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പം ഞാൻ കുറച്ച് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്, കുറച്ച് ചോറും കൂടെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി തേങ്ങ, അതായത് നല്ല വെള്ള, അതിൻ്റെ ആ ബ്രൗൺ കളർ വരാണ്ട് വെള്ള മാത്രം എടുത്തിട്ട് നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ട് കുറച്ച് തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ച്, അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിക്കാം. ഇപ്പോൾ സെക്കൻഡിലാണ് വെച്ചിട്ടുള്ള കേട്ടോ. അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ജസ്റ്റ് ഒന്ന് അരഞ്ഞ് ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ഉപ്പും കൂടെ ചേർക്കാവേ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നാളെ അപ്പം ചൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തിടയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടാണ് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് നല്ലവണ്ണം അടച്ച് വയ്ക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അപ്പത്തിന് ആ മാവ് ഇതിലേക്ക് ഇട്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇതിൽ കുറച്ച് ഈസ്റ്റ് കൂടെ ഞാൻ നേരത്തെ മറന്നുപോയി. രണ്ടാമത് അതായത് നമ്മൾ പഞ്ചസാര ഇടുന്ന സമയത്ത് ഇച്ചിരി ഈസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഫസ്റ്റ് വന്ന ഉടനെ തന്നെ അപ്പത്തിൻ്റെ മാവ ഞാൻ നോക്കണേ. രാവിലെ ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കി, ചായ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കട്ടൻ ചായ ഉണ്ടാക്കി. എന്നിട്ട് മാവ് ഞാനൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ. എന്നിട്ട് മാവ് അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ടുള്ള. ഇനി നമുക്ക് അപ്പച്ചിട്ടെടുക്കാം. ഒരു ഇതുപോലെ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിൽ മാവ് ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉച്ചയ്ക്കാണുള്ളതാണ് കേട്ടോ. ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഇച്ചിരി കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഉണ്ടാക്കി ചിക്കൻ കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ നല്ല അതിൻ്റെ എല്ലൊന്നും ഇല്ലാത്ത കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ചിക്കനെ ഇവിടെ എടുത്ത് നല്ലോണം കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് കട്ട് ചെയ്താണ് എടുത്തത്. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചതച്ചില്ല, കട്ട് ചെയ്തെടുത്ത്. ഓക്കെ, ഇതൊരു എന്താ പറയുക, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാട്ടോ. പിന്നെ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിയപ്പോഴേക്കും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് 2 ഐറ്റം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. തൊണ്ടൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മറ്റേ എരിവുള്ള പച്ചമുളക് അതും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ അനുസരിച്ച് സവാള കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലത്തെ മീൻകറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സൈഡിൽ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള അതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ സൈഡിൽ നമ്മളെ ചോറ് ആയിട്ടുണ്ട്. ഇത് കപ്പ എന്താ പറയുക, മറ്റേ വെള്ളം വേവിച്ചിട്ട് കപ്പ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലൊന്ന് കടുവൊക്കെ പൊടിച്ചിടണം. അപ്പോൾ ഇത് 2 വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് കേട്ടോ കപ്പ നന്നായിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആ സമയത്ത് നമ്മുടെ സവാളയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ചിക്കൻ കറി വയ്ക്കാൻ അറിയാം. ഇത് നമ്മുടെ മസാല, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എൻ്റെ പച്ചമുളകൊന്ന് മാറുന്ന വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണം, കാരണം ചിക്കന് ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടോ. അതിനുശേഷം ഇനി ഇച്ചിരി കൂടെ തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തക്കാളി അങ്ങ് നന്നായിട്ട് വെന്തങ്ങ് പോകണ്ട, ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചിക്കന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചൂടുവെള്ളം കുറച്ച് മതി, 1/2 കപ്പ് മതി കേട്ടോ. ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വേട്ടോ. ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തേച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കപ്പ, ഞാൻ സൈഡിൽ നേരത്തെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് ഒന്ന് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിയപ്പോഴേക്കും നമുക്കിനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാതെ. പിന്നെ ചെറിയ ഉള്ളി ഇവിടെ ഇല്ല, വാങ്ങിയത് തീർന്നു പോയപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊന്നും ഇടുന്നില്ല. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാമായിരുന്നു. പിന്നെ ഇത് ഇച്ചിരി തേങ്ങയാണ്, ഒരു 1/2 മുറി തേങ്ങ അതിലേക്ക് ചിരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് മതി. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ എത്തിച്ച് കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്, അതായത് ഇപ്പോൾ കുറേ ഇതായിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തേങ്ങാപ്പാലും അതുപോലെ മല്ലിയില, കറിവേപ്പിലയാണ് നമുക്ക് ചിക്കൻ കറിയിൽ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടുമല്ലോ ആ ഗ്രേവി, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി മല്ലിയില, കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച്, ഒരു മൊത്തത്തിലൊരു 20 മിനിറ്റൊക്കെ മതി, 20-25 മിനിറ്റൊക്കെ മതി. ഇതിനിടയ്ക്ക് ഞാൻ ബീറ്റ്റൂട്ട് തോരനോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്നോട്ടെ.
അപ്പോൾ ഒന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് സെറ്റായത്. നമ്മൾ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറി, നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ്, ഞാനിപ്പോൾ എരിവിന് ആദ്യം തന്നെ കുറച്ച് ചേർത്ത്, നമുക്ക് അധികം എരിവ് വേണ്ട. എരിവ് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ലാസ്റ്റ് ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ഇതിലേക്ക് ഒന്ന് വറുത്ത്, അതായത് എണ്ണയിലൊന്ന് എന്താ പറയുക പച്ചമണമൊക്കെ മാറ്റി ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കും. ഞാൻ ചോറെടുത്ത്, ചോറ്, ചിക്കൻ കറി, അതുപോലെ തന്നെ നമ്മുടെ കപ്പ, പിന്നെ എന്താ ബീട്രൂട്ട്, ഇത്രയുണ്ട്. പിന്നെ അത്രയും കഴിച്ചു. പിന്നെ രസവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിച്ചില്ല, മറന്നുപോയി. എനിക്ക് രസം അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ കാണിച്ചില്ല, വേറെ ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ടായി ഒക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ റോഡിലും നല്ല മഴ, ഭയങ്കര മഴ, എന്തൊരു മഴയാണെന്ന്, നല്ല മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മഴയൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴേക്കൊന്ന് വെളിയിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റോഡിൽ വെറുതെ പാലൊക്കെ വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും വീട്ടും കൂടെ ഇട്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് ഞാനും വീട്ടും കൂടെ ഇങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ പാലൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളിനി നമ്മുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, എന്താ പറയുക, ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം നമ്മളിങ്ങനെ പേടിച്ചു പോയി. കറണ്ടൊക്കെ പോയി കേട്ടോ, പെട്ടെന്ന് കറണ്ട് പോയി. പെട്ടെന്നുള്ളൊരു മഴയും വേഗത്തിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നു. നല്ല വെയിലുണ്ടായിരുന്നു വൈകിട്ട് വരെ, പെട്ടെന്നായപ്പോൾ അങ്ങ് ഇരുണ്ട് പോയി. പിന്നെ പെട്ടെന്നൊരു ഇടിയും മഴയും ഒക്കെ കൂടെ. അങ്ങനെ ഞാൻ കുടയൊക്കെ പിടിച്ച് നടന്നു പോകണുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഒരു ഇടവഴിയിലൂടെ പോകാമെന്ന് വിചാരിച്ചു. റോഡിൽ പോയാൽ നല്ല രസമാണ്, പക്ഷേ എങ്കിലും നമുക്ക് ഇടവഴിയിലൂടെ കയറി നമ്മൾ വീട്ടിലെത്താമല്ലോ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ വഴിയാണെങ്കിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത്, അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇങ്ങനെ നമുക്ക് ചെളിയൊന്നും കാലിലാവത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല പോകാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഇവിടെ പച്ചപ്പൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിങ്ങനെ വീട്ടിലേക്ക് പോവാം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താ പറയുക, ഇനി വീഡിയോസൊക്കെ എല്ലാവരും കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ കുറേ കുട്ടികൾക്കൊക്കെ ഉള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇന്ന് അവധിയല്ലേ, അതുകൊണ്ട് തന്നെ മറ്റേ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏത്തപ്പഴം കുറച്ച് ഇച്ചിരി പഴുത്ത് തുടങ്ങിയതുണ്ടായിരുന്നു. ഒരു ഭയങ്കര പഴുത്തിട്ടല്ല, എങ്കിലും ഒരു അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇച്ചിരി പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പഴം ഇതുപോലെ ഒന്ന് മുറിച്ച് എണ്ണയിൽ മാവിൽ മുക്കി എണ്ണയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്ന് ഇതായപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മാത്രം തീ വെച്ചാൽ മതി കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല പഴംപൊരി നല്ല ടേസ്റ്റാണ്. നമുക്ക് മറ്റേ മൈദയിൽ ചെയ്യാം, അതുപോലെ തന്നെ അരി അരച്ചിട്ട് ചെയ്യാം. പക്ഷേ ഞാനിന്ന് ഗോതമ്പ് മാവിലാണ് ചെയ്തത്. ആട്ട ഉണ്ടായിരുന്നു, ഇവിടെ ആട്ടമാവ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആട്ടയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെറും ഗോതമ്പ് മാവ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, പക്ഷെ നല്ല അടിപൊളി എന്താ പറയുക പഴംപൊരി ആണിത്. കാണുമ്പോഴേ നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ പഴംപൊരി റെഡിയായി, നമുക്ക് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുൾ പഴംപൊരി ഇതുപോലെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കാം. അതുപോലെ വളരെ ഈസിയാണ്, ഭയങ്കര സിമ്പിളല്ലേ. കുറച്ച് മൈദ അല്ലല്ലോ, നമ്മുടെ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി അതിനൂടെ കഴിച്ചു. വൈകിട്ടായപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത്. അപ്പോൾ നമ്മൾ ശിശുദിനം വീഡിയോസ്, ശിശുദിനത്തിന് വേണ്ടിയിട്ടുള്ള സ്പീച്ചും അതുപോലെ പാട്ട് ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യും. അതിന് ശേഷമായിരിക്കും മിക്കവാറും ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾക്ക് ശിശുദിന സ്പെഷ്യൽ ക്വിസ് കോമ്പറ്റീഷനുള്ള എന്തെങ്കിലും ക്വിസിൻ്റെ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഇനിയിപ്പോൾ അടുത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിലൊന്ന് മെസ്സേജ് ചെയ്യുക. ഞാൻ പറ്റുന്നത് പോലെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വൈകിട്ട് രാത്രി ആയപ്പോഴേക്കും ഒന്ന് പുറത്ത് വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്ത് വരാമെന്ന് വിചാരിച്ചപ്പോൾ വീട്ടിൽ ഇവിടെ നിൽപ്പുണ്ട്. തൊപ്പിയൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ രാത്രി തിരിച്ച് വന്ന വഴിക്ക് സ്വീറ്റ് കോൺ കണ്ട്, അപ്പോൾ അത് വാങ്ങി ഇപ്പോൾ രാത്രി സ്വീറ്റ് കോൺ ഒന്ന് പുഴുങ്ങി വച്ചേക്കാം. ഇതൊന്ന് കഴിച്ചിട്ട്
കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, എന്നും പറയുന്ന പോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ അടുത്ത വീഡിയോസായിട്ട് ഉടനെ തന്നെ വരും. ഓക്കെ, ബൈ.